നമസ്കാരം, ഞാൻ ഡോക്ടർ മണികണ്ഠൻ ജി.ആർ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല്ല് ഇറുമ്പുന്ന ആൾക്കാരിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ചില ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സമയം പല്ല് കടിക്കുന്നതായിട്ട് കാണാറുണ്ട്. നമ്മളതിനെ പറയുന്നത് ടൂത്ത് ഗ്രൈൻഡിങ് എന്ന് പറയും. അത് ഡേ ടൈമിലുള്ളവരും ഉണ്ട്, നൈറ്റിലുള്ളവരും ഉണ്ട്. ഡയേണലായിട്ടുള്ള ബ്രക്സിസം എന്ന് പറയാറുണ്ട്, നൊക്ടേണൽ ബ്രക്സിസം ഉണ്ട്. ഇത് പലപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ടെൻഷൻ ദൂരീകരിക്കാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ജിമ്മിലൊക്കെ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടൊക്കെ വെയിറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രഷർ ചിലപ്പോൾ ടൂത്തിലോട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരു ശീലമായിട്ട് നമ്മൾ അറിയാതെ തന്നെ ചില ആൾക്കാരിൽ ഒരു ഇൻവോളണ്ടറി ആയിട്ടും ഈ ഒരു ശീലം കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ പതുക്കെ ഇത് ഇവിടുത്തെ നമ്മുടെ മുഖത്തെ പേശികൾക്ക് ഒരു മർദ്ദം ഏൽപ്പിക്കുകയും അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അതൊരു ഓറോഫേഷ്യൽ പെയിൻ, അതായത് മുഖത്തെ പേശികൾക്കും അനുബന്ധമായിട്ടുള്ള കലകൾക്കുമൊക്കെ തന്നെ വേദന ഉണ്ടാകാനായിട്ട് കാരണമാകും. അതോടൊപ്പം തന്നെ പലപ്പോഴും ഈ താടിയലിൻ്റെ ഈ ഒരു ഭാഗത്ത് കൃത്യമായിട്ട് ഒരു വളരെ സിവിയറായിട്ടൊരു അസഹ്യമായിട്ടൊരു വേദന വരാനും, അതോടൊപ്പം തന്നെ ഈ ഒരു ജോയിൻറ്റിൽ പ്രശ്നം ഉണ്ടാകുന്നു. കുറച്ച് കഴിയുമ്പോൾ തുറക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. ഇപ്പോൾ മൈഗ്രെയിൻ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ മൈഗ്രെയിൻ ചിലപ്പോൾ പുതുതായിട്ട് വരാനായിട്ട്, അല്ലെങ്കിൽ മൈഗ്രെയിൻ നേരത്തെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി അതിൻ്റെ ഒരു വ്യാപ്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീവ്രത കൂടാനായിട്ടൊക്കെ കാരണമാവും. അതോടൊപ്പം തന്നെ പലപ്പോഴും ചില നെക്ക് പെയിനിലോട്ടോ അല്ലെങ്കിൽ ബാക്ക് പെയിനിലോട്ടോ ഷോൾഡർ പെയിനിലോട്ടോ ഒക്കെ തന്നെ നയിക്കാനായിട്ട് ഈ ഒരു ബ്രക്സിസം കാരണമാവും. അപ്പോൾ കൃത്യമായിട്ട് അറിയുക എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കിത് അറിയാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ഒരു ജീവിത പങ്കാളിയായിരിക്കും ചിലപ്പോൾ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സാണ്, ഇപ്പോൾ ഹോസ്റ്റൽ റൂമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കിടക്കുന്ന ആളായിരിക്കും ചിലപ്പോൾ അറിയുന്നത്. ഇങ്ങനെ രാത്രിയിൽ കൂർക്കം വലി പോലെ തന്നെ നമുക്ക് കൂർക്കം വലിക്കുന്ന ആൾ പലപ്പോഴും തോന്നാറില്ല അയാൾ കൂർക്കം വലിക്കുന്ന ഒരാളാണെന്നുള്ളത്, അയാൾ അറിയാറുമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ ടൂത്ത് ഗ്രൈൻഡിങ് ഈ പകൽ സമയത്ത് ചിലപ്പോൾ നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചേക്കും. പക്ഷേ രാത്രിയിൽ മാത്രം പല്ല് കടിക്കുന്ന സ്വഭാവമുള്ള, പല്ല് ഇറുമ്പുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് കിടക്കുന്ന ആളായിരിക്കും അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് അത് പരിശോധിപ്പിക്കുക. അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് സ്ഥിരമായിട്ട് ടൂത്ത് ഗ്രൈൻഡിങ് ചെയ്യുന്ന ആൾക്കാരുടെ ഈ ടൂത്തിൻ്റെ എഡ്ജസ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു വോൺ ഔട്ട് ആയിരിക്കും, അതായത് നന്നായിട്ട് ആയിരിക്കും ഇരിക്കുന്നത്. നന്നായിട്ട് നമ്മളിപ്പോൾ ഇതൊക്കെ ഇട്ട് സാൻഡ് പേപ്പറൊക്കെ ഇട്ട് പിടിച്ചതുപോലെ നന്നായിട്ട് ആ പല്ലിൻ്റെ ഒരു അഗ്രം നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തേഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒക്ലൂസൽ ഡീ പ്രോഗ്രാമിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ലീഫ് ഗേജ് പോലെയുള്ള ചില ഉപകരണങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഡീ പ്രോഗ്രാമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ പല്ലുകൾ തമ്മിലുള്ള ബന്ധം കുറച്ച് നേരത്തെങ്കിലും വിച്ഛേദിക്കുക എന്നുള്ളതാണ്. ആ പല്ലുകൾ തമ്മിൽ കൃത്യമായിട്ട് വീണ്ടും തട്ടുന്നത് കൊണ്ടാണ് ഈ ഒരു സംഭവം, ഈ ഒരു പ്രക്രിയ കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് രാത്രിയിൽ നമ്മൾ കിടങ്ങുന്ന സമയത്ത് സുതാര്യമായിട്ടുള്ള ചില സ്പ്ലിൻറ്റുകൾ എന്ന് പറഞ്ഞ ഉപകരണങ്ങൾ ധരിക്കാറുണ്ട്. അത് നമ്മുടെ പല്ലിൻ്റെ അളവെടുത്തിട്ട് വളരെ സോഫ്റ്റായിട്ടുള്ള നമ്മുടെ ഈ ഒരു സിലിക്കോൺ നിർമ്മിതമായിട്ടുള്ള ട്രേസ് ആണ് ആ ഒരു സ്പ്ലിൻ്റ് എന്ന് പറയുന്നത്. ആ സ്പ്ലിൻ്റ് മേൽത്താടിയിലും കീഴ്ത്താടിയിലെയും പല്ലുകൾ തമ്മിൽ വയ്ക്കുമ്പോഴത്തേക്കും ധരിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിടക്കുമ്പോഴത്തേക്കും പല്ലുകൾ തമ്മിലായിരിക്കില്ല, ഈ സ്പ്ലിൻറ്റുകൾ തമ്മിലായിരിക്കും കൂട്ടിമുട്ടുന്നത്. ഇപ്പോൾ പല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടാത്തപ്പോൾ പതുക്കെ ഒരു 3-4 മാസം ഇത് കൃത്യമായിട്ട് ധരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പേശികൾക്കോ അല്ലെങ്കിൽ ആ ഒരു അനുബന്ധമായിട്ടുള്ള സന്ധികൾക്കും ഒക്കെ ഏൽപ്പിച്ചിരിക്കുന്ന ആ മർദ്ദം പതുക്കെ കൊണ്ടുവന്നിട്ട് പുതിയ ഒരു പൊസിഷനിലോട്ട് നമുക്ക് ഈ വായിലെ മസിൽസിനും അതോടൊപ്പം തന്നെ പല്ലുകൾക്കൊക്കെ അഡാപ്റ്റ് ആവാനായിട്ട് സഹായിക്കും. അപ്പോൾ അത് ചില കേസുകളിൽ നമ്മൾ സോഫ്റ്റ് സ്പ്ലിൻ്റ് ആയിരിക്കും കൊടുക്കുന്നത്, ചില കേസുകളിൽ ഹാർഡ് സ്പ്ലിൻ്റ് ആയിരിക്കും. അത് ഓരോ കേസും അനുസരിച്ച് അത് വിഭിന്നമായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ഡെൻറ്റിസ്റ്റിനെ കൊണ്ടുപോയിട്ട് കാണിച്ചിട്ട് ഇതിന് അനുയോജ്യമായിട്ടുള്ള ചികിത്സ തേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമസ്കാരം.